ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും തേങ്ങയും ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിൻ്റെ കൂട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അളവ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പലഹാരം ഗോതമ്പ് പൊടിയിലോ മൈദയിലോ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ അളവിൽ വെളുത്ത എള്ള് ചേർത്തിട്ടുണ്ട്. വെളുത്ത എള്ളിന് പകരം നിങ്ങൾക്ക് കറുത്ത എള്ളും ഉപയോഗിക്കാവുന്നതാണ്. ഇനി എള്ള് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂണിലും കുറച്ച് കൂടുതലായിട്ട് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യ് ചേർക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. രുചിയും കൂടും, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും സഹായിക്കും. ഇതാദ്യം കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ഞെരടി യോജിപ്പിച്ച് കൊടുക്കുക. ആ ഒരു നെയ്യ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് കൈ ഉപയോഗിച്ച് ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് സാധാരണ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ആവശ്യമായിട്ട് വരില്ല. ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. പൂരിയുടെ കൂട്ടിനേക്കാളും ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് വേണ്ടത്. എന്നാൽ ചപ്പാത്തീൻ്റെ കൂട്ടിൻ്റെ അത്ര സോഫ്റ്റ് ആകാനും പാടില്ല. ആ ഒരു രീതിക്ക് വേണം നമ്മളുടെ കൂട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കൂട്ടൊന്ന് റെഡിയായി വന്നതിന് ശേഷം 5 മിനിറ്റ് നേരം കൈയെടുക്കാതെ നല്ലപോലെ നീഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ നീഡ് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ ഒരു രീതിക്ക് വേണം നമ്മളുടെ കൂട്ടുണ്ടാവാൻ വേണ്ടിയിട്ട്. പൂരീൻ്റെ കൂട്ടിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം, അത്രേ ഉള്ളൂ. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്താൽ മതി. ആ ഒരു സമയത്തേക്ക് നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് അളവ് തേങ്ങ ചിരകിയതാണ്. ഇനി അതൊന്ന് ആ ഒരു നെയ്യിൽ മൂപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. ആ ഒരു തേങ്ങയുടെ ഒന്ന് വെള്ളപ്പറ്റ് മാറ്റിയെടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക മാത്രമേ വേണ്ടൂ. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിക്കാവുന്നതാണ്. ആ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രൈയിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിക്കോളൂ. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മധുരത്തിന് പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കര ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ആ ഒരു തേങ്ങയും പഞ്ചസാരയും നല്ലപോലെ ഒന്ന് യോജിച്ച് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ സോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. തേങ്ങ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫില്ലിംഗ് ആണ്. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2-3 ബദാം ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ബദാമും ടൂട്ടി ഫ്രൂട്ടിയും ഓപ്ഷനിലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ടൂട്ടി ഫ്രൂട്ടി ഇങ്ങനെ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല രുചിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും അതിങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നും. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു മിതമായിട്ടുള്ള മധുരത്തിലുള്ള ഒരു ഫില്ലിംഗാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കുന്ന അത്രയും സമയം ഞാനിവിടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. കൂട്ട് ഇപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. ഇതുപോലെ ഒന്ന് നീഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഉരുളകളുടെ വലുപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഈ ഒരു വലുപ്പത്തിലുള്ള 5 എണ്ണമാണ് എനിക്കിവിടെ തയ്യാറാക്കാൻ വേണ്ടി പറ്റിയത്. ഇനി ഇതിൽ നിന്നും ഒരു ഉരുളി എടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് തന്നെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഒരു കുഴിയാക്കുന്ന രീതിക്കാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അത് നമ്മൾ ആ ഒരു കുഴക്കട്ടയൊക്കെ തയ്യാറാക്കുമ്പോൾ ചെയ്യാറില്ലേ, ആ ഒരു രീതിക്ക് തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ കൊള്ളാവുന്നത്ര ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1/4 ടേബിൾ സ്പൂണോളം ഫില്ലിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് സീൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആ ഒരു ഫില്ലിംഗ് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. നല്ലപോലെ സീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡ് ഭാഗത്ത് വെള്ളാക്കി കഴിഞ്ഞാൽ നല്ലപോലെ സീൽ ചെയ്ത് നിന്നോളും. ഇതുപോലെ കൈ ഉപയോഗിച്ച് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്.
എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ മീഡിയം ചൂടായതിന് ശേഷം വേണം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓയിൽ ഒരുപാട് ചൂടാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മീഡിയം ചൂട് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. കാരണം അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് വരിക. അപ്പോൾ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതാ ഞാനിപ്പോൾ എല്ലാം തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യരുത്. കാരണം ഇതിൻ്റെ കളറ് പെട്ടെന്ന് മാറി വരും, പക്ഷേ ഉള്ളോളം വെന്ത് വരില്ല. അതുപോലെ തന്നെ ആ ഒരു ക്രിസ്പിനെസ്സും ഉണ്ടാകില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. ഒരു പകുതി കുക്കായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാകത്തിനാവുന്നത് വരെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും കുറഞ്ഞ ചേരുവയിൽ തയ്യാറാക്കി എടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ ഇഷ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. ഉള്ളിൽ ആ ഒരു തേങ്ങയുടെ ഫില്ലിങ്ങും കൂടെ വരുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പലഹാരമാണ്. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.